എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഓൺലൈൻ സൈറ്റായ ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മീഷോ ഉണ്ട്. ഇതിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം 300 രൂപ താഴെ മാത്രമേ ഈ രണ്ടെണ്ണത്തിനായിട്ടുള്ളൂ. ഇതൊരു സോസ് പാനാണ്. നല്ല കളർ, റെഡ് കളറായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഗ്രേ കളർ. ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇതൊരെണ്ണം ഒരുപാട് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇതിന് ഹാൻഡിൽ ഇട്ടിട്ടില്ല. ഹാൻഡിൽ 2 സ്ക്രൂകളുണ്ട്. ഇത് ഇൻസേർട്ട് ചെയ്ത് 2 ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇത് അലുമിനിയം അല്ല, അയൺ മെറ്റീരിയലാണ്. അയൺ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നോൺ സ്റ്റിക്ക് പാത്രമാണ്. വലുപ്പം ഇതാണ്, ഇത്രേ വലുപ്പമുള്ളൂ. ഇത് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഉപയോഗിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സാധനം നല്ല സ്ട്രോങ് ആണ്. ചെറിയ ഗ്യാസ് മതി, പെട്ടെന്ന് ഹീറ്റാകും. ഉണ്ടോ, ഇത് അയൺ മെറ്റീരിയലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ തിക്നെസ്. അടിഭാഗം ലൈറ്റായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് രണ്ടിനും കൂടി 300 രൂപ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഓരോന്ന് വാങ്ങിക്കുവാണെങ്കിൽ 200 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ഇത് നോൺ സ്റ്റിക്ക്, നമ്മൾക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട സാധനങ്ങളൊന്നും ഇതിനകത്ത് വർക്കാകത്തില്ല. മുട്ട പൊരിക്കാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത്. മുട്ട പൊരിക്കാനാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. മീൻ വറുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. ഇത് ഞാൻ യാത്രകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നമുക്ക് മാഗി കുക്ക് ചെയ്യാം, സൂപ്പ് ഉണ്ടാക്കാം, അത്യാവശ്യം റൈസൊക്കെ ഉണ്ടാക്കാം. അതായത് നമ്മൾക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു സാധനവും ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു മീഡിയം സാധാരണ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഉപയോഗിക്കുന്നത്, ആ തരത്തിലുള്ള അതിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പോലെ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. മാഗി ഉണ്ടാക്കാൻ പറ്റും, ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ തോരൻ കറികൾ, അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ടാത്ത എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ, ബ്യൂട്ടേൻ്റെ ഗ്യാസ് സ്റ്റൗ, അതിലൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൽ ഗ്യാസ് നമ്മൾക്ക് ലാഭിക്കാൻ വേണ്ടി അലുമിനിയം ആണെങ്കിൽ അത് പാത്രം തന്നെ ചൂടായി വരാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റാകും. ഇതിനകത്ത് അത്യാവശ്യം കടുകൊക്കെ പൊട്ടിക്കാം. ഡീപ്പായിട്ട് ഇത് തന്നെ വെച്ച് ഹീറ്റ് ചെയ്യരുത്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ പൊളിഞ്ഞു പോകുമല്ല, കളറൊക്കെ മാറി ഇതിൻ്റെ അകത്തുള്ള അയൺ മെറ്റീരിയൽ തെളിഞ്ഞ് വരും. പിന്നെ ഇതിൽ ഉപയോഗിക്കേണ്ടത് വുഡൻ സ്പാച്ചുല അല്ലെങ്കിൽ സിലിക്കോണിൻ്റെ ഒക്കെ ആയിരിക്കണം. ഞാനിത് ജസ്റ്റ് സ്പൂണൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിനകത്ത് സ്ക്രാച്ചസ് വന്നിട്ടുള്ളത്. മാഗിയൊക്കെ ഉണ്ടാക്കിയപ്പം ജസ്റ്റ് സ്പൂണിട്ട് ഇളക്കി, അങ്ങനെ വന്ന സ്ക്രാച്ചസുകളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. എന്നാലും ഞാൻ മുട്ടക്കറിയൊക്കെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നമ്മൾക്ക് ഡീപ്പായിട്ട് ഫ്രൈ ആകാണ്ട വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാം. ഇതാണ് കേട്ടോ ലെങ്ത്ത്. ഇതിൻ്റെ ലിഡൊന്നും വരത്തില്ല, ഇതിങ്ങനെയാണ് വരുന്നത്. 2 സ്ക്രൂകൾ ഇട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവം ഓക്കെ. ഇതൊക്കെ പഞ്ചിങ് എല്ലാം നല്ല സ്ട്രോങ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് എന്ന് വിചാരിച്ച് നിങ്ങളിത് വാങ്ങിച്ച് ഇതിനകത്ത് മുട്ട പൊരിക്കലോ അല്ലെങ്കിൽ ഡീപ്പായിട്ട് വല്ല മീനൊക്കെ ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. അതിനൊന്നും ഈ സാധനം പറ്റത്തില്ല.